വീരാൻകുട്ടി മാഷിൻ്റെ മറ്റൊരു കവിത ആട്ടം. കവിതയുടെ പേര് ആട്ടം. മരത്തിൽ അവസാനം ബാക്കിയായ ഒരേ ഒരു ഇലയ്ക്ക് വലുതായി സന്തോഷിക്കാനാകുമോ? ആകും. നട്ടുച്ചയ്ക്ക് ചുവട്ടിൽ ഒരു ഉറുമ്പ് നടക്കുന്നു എന്നിരിക്കട്ടെ. കാറ്റിലാടി തുടർച്ചയായി ഉറുമ്പിൻ്റെ വഴിയിൽ തണലിടാൻ ഇലയ്ക്കാകുന്നുവെന്നും ഇരിക്കട്ടെ. ആട്ടത്തിൻ്റെ വലിഞ്ഞു മുറുകലിൽ ഇല അടർന്നുവെന്നും വരാം. അപ്പോഴും ഒരു കുടയായി ഉറുമ്പിന് മേൽ തന്നെ വീഴാനായാൽ അമ്മ വന്ന് കുഞ്ഞിനെ ഒളിപ്പിച്ചതിന് കണ്ണു ചുവപ്പിക്കും വരെ ആ ഇരിപ്പ് തുടരാനായാൽ അതുതന്നെ വലിയ സന്തോഷം. കവിതയുടെ പേര് ആട്ടം എന്നാണ്. എന്താ ഇതിൻ്റെ ആശയം? മരത്തിൽ ബാക്കിയായി പോയൊരില അല്ലേ, ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ തനിച്ചായി പോയൊരില. നമുക്ക് ചുറ്റുമുള്ള ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ഒരു ഇലയായി ചുരുങ്ങി പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമുക്കൊന്നും പ്രതീക്ഷിക്കാനില്ല, ഒന്നും ആശ്രയിക്കാനില്ല, ഇനി ഒന്നും വരാനില്ല, നമ്മൾ തകർന്നു, അല്ലെങ്കിൽ നമ്മളെ തകർത്തു എന്നൊക്കെ തോന്നുന്ന ആ ഒരു സമയത്തും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും, നമുക്ക് എന്തെങ്കിലുമൊക്കെ സന്തോഷങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. നമ്മളങ്ങനെ നിറം മങ്ങി പകച്ച് ഇടറി പതറി നിൽക്കുന്ന ഒരൊറ്റ ഇലയായി മാറാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന, നമ്മൾ ഇത്ര നാൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് കുറച്ചുകൂടി ഭംഗിയായി, അല്ലെങ്കിൽ നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ മറ്റുള്ള സന്തോഷങ്ങളാവട്ടെ, എന്താവട്ടെ, നമ്മുടെ നേട്ടങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ എല്ലാറ്റിനെയും വീണ്ടെടുക്കാനുള്ളൊരു, അല്ലെങ്കിൽ നമ്മൾ പഴയതിൽ നിന്ന് കുറച്ചുകൂടി മികച്ചതിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വത്വത്തെ നമ്മൾ മാറ്റി മുന്നോട്ട് പോവാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മുന്നിൽ. അല്ലാതെ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ഇതുപോലെ ഒരു നരച്ച ഒരു ഇലയായി മാറാതെ കാറ്റിൽ നമ്മൾ അടർന്ന് വീണേക്കാം. നമ്മൾ ദ്രവിച്ച് മണ്ണിൽ അലിയുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. നമുക്ക് നമ്മുടെ സന്തോഷങ്ങളുമായി, അല്ലെങ്കിൽ നമ്മളുടെ നേട്ടങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോവാനുള്ള പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് തന്നെ പോവാൻ. അതായത് പ്രതീക്ഷ എന്ന വാക്കിലേക്ക് ഒന്നും കൊരുത്തിടാൻ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല എന്ന് നമുക്ക് വെറുതെ തോന്നുകയാണ്. ഉണ്ടാവും, നമുക്കതിന് പറ്റും. അതിലേക്ക് നമ്മളെ പറിച്ചു നടണം. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ കൂടെ വന്നേക്കും. നമ്മൾ ചിന്തിക്കുന്നത് എന്തോ അതാണ് നമ്മളായിത്തീരുക. നമ്മൾ നന്നാവണമെന്ന് ചിന്തിച്ചാൽ നമ്മൾ നന്നാവും, നമ്മൾ സന്തോഷമായിരിക്കണമെന്ന് ചിന്തിച്ചാൽ നമ്മൾ സന്തോഷമായിരിക്കും. നമ്മൾ തകരണം എന്ന് വിചാരിച്ചാൽ നമ്മൾ തകരുകയേ ഉള്ളൂ. തകരാൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ ജീവിതമാണ്, ഒരൊറ്റ ഇലയായി തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ